ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. യെസ്. അപ്പോ നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാൻ ഓക്കെ. കുറേ നാളായിട്ട് നമ്മൾ വിചാരിച്ചു. കുറെ നാളെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ലോങ് സ്റ്റോറി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്ന സമയം നമ്മളിങ്ങനെ ചാറ്റും ഫോൺ കോളിലൊക്കെ ഇങ്ങനെ പറയല്ലോ, ഭാവിയിൽ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇന്ന സ്ഥലത്ത് കൊണ്ട് വീട് വെക്കണം, അങ്ങനെയൊക്കെയുള്ള കുറെ ഭാവനകളുണ്ട്. അപ്പൊ ഞങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിനകത്തിരിക്കുന്നത്. അല്ല വിഷ്ണു, അത് എന്താ എനിക്കൊന്ന് എല്ലാവർക്കും മേടിക്കണം, എസ്പെഷ്യലി ബോയ്സിന് മേടിക്കണം എന്നുള്ള ഒരു സാധനമായിരിക്കും. പക്ഷെ വിഷ്ണുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് ആ ഒരു റിലേഷൻ സ്റ്റാർട്ടിങ് തൊട്ട്, കാരണം ആ സമയത്ത് നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ കയ്യിലിരിക്കുമ്പോഴും പറഞ്ഞു അവരിത് ഉള്ളത് കൊണ്ടാ അങ്ങനെ ചെയ്യുന്നേ, അങ്ങനെ ഇത് തുറന്നതിന് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്കും അതുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും, നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ അതുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പൊ നമ്മളിങ്ങനെ പറയും ഒരു ദിവസം നമുക്ക് മേടിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ആ ഒരു റിയാലിറ്റിയിലോട്ട്, അതായത് ജോബും അങ്ങനത്തെ കാര്യത്തിലോട്ടൊക്കെ വന്നപ്പം നമ്മൾ തന്നെ അത് മറന്നല്ലേ സത്യത്തില്. നമ്മൾ തന്നെ ഒരു എനിക്കൊന്ന് ഒരു 3-4 കൊല്ലത്തോളം അതിനെപ്പറ്റി, കാരണം നമുക്കത് ഇമ്പോസിബിൾ ആണ് നമുക്ക് തന്നെ അറിയാം. അപ്പൊ നമുക്ക് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം സാധനം ഇന്ന് ഫുൾഫിൽ ചെയ്യാൻ പോവാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളിങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കണമല്ലോ. അല്ല, പിന്നെ നമ്മളിത് മേടിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി ആവുമ്പോഴത്തേക്കും 6 വർഷം ആവുകയാണ്. നമ്മൾ പരിചയമായിട്ട് കുറെ വർഷമായി, പക്ഷെ നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷം ആവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഗിഫ്റ്റ് ചെയ്യുന്ന സാധനമാണിത്. നമ്മൾ നേരത്തെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഇൻട്രോ ഇത്രേ ഉള്ളൂ. ഇനി ഇത് പൊളിക്കണേ, ചുമ്മാ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ എടുക്കുക അല്ലേ. കൊറേ നേരമായി വീഡിയോ എടുക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ക്യാമറയാണ് മേടിച്ചിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ടാവും. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നുന്നു. സത്യം, അതായത് നമ്മൾ കുറെ കാര്യങ്ങള് നമ്മളെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നു. എന്റെയൊക്കെ ലൈഫിൽ എല്ലാം എന്റെ അച്ഛനും അമ്മയാണ് എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ ശരിക്കും നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അത് നമ്മൾ മേടിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഫീൽ. അത് നമ്മൾ പണ്ടൊക്കെ തൊട്ടേ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സംഭവം അല്ലെ, നമ്മള് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി ഇത് എനിക്കൊന്നും അറിയത്തില്ല, പഠിക്കാം. ഇത് നമ്മൾ മേടിച്ചേണ്ട ഇതൊന്ന് പറഞ്ഞോട് വിഷ്ണു. ഇത് ഞാൻ സോണിയുടെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. സോണിയുടെ സൈറ്റിൽ എനിക്ക് എത്രയാ ഓൾമോസ്റ്റ് 1000 പൗണ്ടായി ബോഡിക്ക് മാത്രം. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഇതിന്റെ ലെൻസ് സെപ്പറേറ്റ് വാങ്ങിച്ചു. ഞാൻ 50mm ലെൻസാണ് വാങ്ങിച്ചത്. അതിന് ഏകദേശം ഒരു 150 പൗണ്ട് അടുത്തായി. അത് ആമസോണിൽ നിന്നും ഇത് സോണിയുടെ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ശരിക്കും നമുക്കിവിടെ ഞാൻ എവിടെ നിന്നായിരുന്നു നോക്കിയ, ആർഗോസിന്നായിരുന്നു നോക്കിയ എല്ലാം ഉള്ള ഒരു ഇതായിട്ട്. പക്ഷെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബ്ലാക്ക് ഫ്രൈഡേക്ക് നോക്കിയപ്പോഴും നല്ല റേറ്റ് കമ്മിയായിരുന്നല്ലേ. ആക്ച്വലി ഇതിന് ഞാൻ 2 മാസം മുന്നേ നോക്കിയപ്പോ 1200 എങ്ങാനും ഉണ്ടായിരുന്നു ബോഡിക്ക് മാത്രം. പക്ഷെ ഈ ലാസ്റ്റ് ബ്ലാക്ക് ഫ്രൈഡേ ആയപ്പോ ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞു. ഇപ്പൊ 1000 പൗണ്ട് മാത്രമേ ഉള്ളൂ. ഭയങ്കര കുറഞ്ഞു. ഇത്
കുറച്ച് ഇച്ചിരി പഴയ മോഡൽ ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ നിനക്ക് ബർത്ത്ഡേക്ക് നോക്കിയപ്പോൾ അതും കൂടെ 1400 അടുപ്പിച്ചിട്ടുണ്ടായടാ. ഇപ്പം ഇതും ലെൻസും കൂടി 1200 200 അടുപ്പിച്ചോളൂ. ഓൾമോസ്റ്റ് 200 പൗണ്ടോളം ഇപ്പൊ കുറഞ്ഞു. എനിക്കൊന്ന് പുതിയ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പൈസ കുറക്കുന്നതാന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കും ആ ഡയലോഗ് എന്താ പറയാത്തേന്ന്.